ഹായ് ഫ്രണ്ട്സ്, മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 10. ഡേ 10ൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ സമയം അധികം കളയണ്ട. ഇന്ന് കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്, കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് നമുക്ക് നോക്കാം. സമയം അധികം കളയണ്ട. ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആദ്യം രാജികൾ നേരിട്ടേ ആ പാട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ രാവിലെ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഭയങ്കര ഡാൻസൊക്കെയാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ അനീഷുള്ളത് കിച്ചണിലാണ്. അപ്പോൾ അതുകൊണ്ട് കിച്ചൺ ടീമിൽ അവിടെ തന്നെയാണ് രാവിലെ എല്ലാ ദിവസവും ഒരു കണ്ടൻറ് ഉണ്ടാക്കിയില്ലെങ്കിൽ അനീഷിനൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ അനീഷ് തുടങ്ങിയിട്ടുണ്ട് കിച്ചൺ ടീം. അപ്പോൾ അനീഷ് ഗസൽ എന്തോ ബിൻസി എടുത്ത് പറഞ്ഞു, അതങ്ങനെ വെക്കല്ലേ, ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അനീഷ് പറഞ്ഞു ബിൻസിയോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുക, ഇത്ര ബോസിയായിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഗസലോട് ഞാൻ ബോസിയായിട്ടല്ല സംസാരിക്കുന്നത്, നീ പറഞ്ഞ വേ ശരിയല്ല, നീ പറഞ്ഞ വേ ശരിയല്ല, നീ പറഞ്ഞ വേ ശരിയല്ല, അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പം രേണു, എൻ്റെ ദൈവമേ തുടങ്ങി ഇവർക്ക് രാവിലെ തന്നെ അലപ്പാണല്ലോ. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ളൂ അടുക്കള നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയാം. ബിന്നി പറയാം, ഞാൻ പറഞ്ഞതാണ് ഫുഡിൻ്റെ അടുത്തുനിന്ന് വെറുതെ വഴക്കുണ്ടാക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറയട്ടെ. ബിൻസി പറയണേ, നീ പറയുന്ന ഒരു കമാൻഡിങ് രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് പറയും. അപ്പം ആര്യം പറയാം, മേ ബി അവരുടെ വേ ഓഫ് ടോക്കിങ് അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ശാരിക അവിടെ വന്നിട്ട്, നിങ്ങൾ വന്നതിന് പിന്നെ ഒറ്റ ദിവസം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നലെ വൈകുന്നേരം ഒഴിച്ചാൽ. അപ്പോൾ അനീഷ് പറയാം, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലാണ്ട് നിങ്ങളുടെ ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ട് വന്ന സ്ഥലവും നല്ലതെന്ന് പറയാം. ആഹാ, നിങ്ങളുടെ ടാസ്കിൻ്റെ കുഴപ്പമല്ലേ, അല്ലാണ്ട് ഞങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കുഴപ്പമാണോ, നാണില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറയാം. അപ്പോൾ അനീഷ് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, എന്നും ലക്ഷറി ലൈഫൊന്നും കിട്ടൂല എന്ന് പറയും. അപ്പോൾ ശാരിക, പിന്നെ എന്തൊരു ലക്ഷറി ലൈഫ്, 10 മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഉച്ചയ്ക്ക് 1 മണിക്ക് കിട്ടണം, 1 മണിക്ക് കിട്ടുന്ന ഭക്ഷണം രാത്രി 10 മണിക്ക് കിട്ടണം, ഇതാണോ ലക്ഷറി ലൈഫ് എന്ന് പറയട്ടെ. അപ്പം രേണു, പിന്നെ ലക്ഷറി, എൻ്റെ അനീഷ് എന്ത് ലക്ഷറി ലൈഫാണ് ഇതെന്ന് പറയാം. അപ്പോൾ അനീഷ് കറക്റ്റ് 10 മണിക്ക് കിട്ടേണ്ട കറക്റ്റ് 10 മണിക്ക് കിട്ടും എന്നൊക്കെ പറയട്ടെ. അപ്പം ശാരിക, പ്രഷർ ഷുഗർ ഉള്ളവർക്ക് ഉപ്പ് കൂടുതലും പഞ്ചസാര കൂടുതലൊക്കെ ഇട്ടിട്ട് അയ്യോ എന്തൊരു കിച്ചൺ ടീമാണോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അതിലെ നൂറ് അനുമോളും കൂടെ അവിടെ സോഫയിൽ ഇരിക്കാണ്ട്. അപ്പോൾ ഷാനവാസ് ഒന്ന് അടുത്തിരിക്കുകയാണ്. അപ്പോൾ നൂറ് നമ്മുടെ ഗസലിനെ പറ്റി പറയാണ്, അവൾക്ക് എന്തോ ടിൻഡോ എന്തോ ഇട്ടിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ അവളുടെ ഒരു സ്റ്റോറേജ് ബാഗ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ നോക്കിയാൽ അത് കുറച്ച് കമ്മലും വളയും മോതിരവും റിങ്സും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയത്. അതൊക്കെ ശരിക്കും തിരിച്ച് വെക്കേണ്ട സാധനങ്ങളല്ലേ നോക്കിയാണ്. അപ്പം അവൾ ബീട്രൂട്ടൊന്നും നല്ല യൂസ് ചെയ്യേണ്ട, ബ്ലഷ് യൂസ് ചെയ്യുമ്പോഴേ മറ്റേ കയ്യിൽ ഇവിടെ ഇങ്ങനെ കാണും, അവൾക്ക് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അത് എന്താണ് ബീട്രൂട്ട് അല്ല യൂസ് ചെയ്യണത്, കറക്റ്റ് പ്രോപ്പർ മേക്കപ്പ് തന്നെയാണെന്നൊക്കെ പറയാം. ഇവർ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്തൊക്കെയാണുള്ളത്. അപ്പോൾ കമ്മലിപ്പോൾ ഇട്ടിരിക്കുന്ന കമ്മൽ നമുക്ക് യൂസ് ചെയ്യാം, അതല്ലാത്ത എന്ത് ചെയ്യും, വേറെ പല പെൺകുട്ടികളും പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരെ അങ്ങനെയൊന്നുമല്ല, ഇവർക്ക് മാത്രം എന്താ പ്രത്യേകിച്ച് അങ്ങനെ റൂളൊന്നും ഇല്ലാത്ത എന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിൽ എന്ത് തന്നെയായിട്ട് എത്ര പറഞ്ഞിട്ടൊന്നും മനസ്സിലാവാത്ത. അപ്പോൾ ഷാനവാസ് സാർ മനസ്സിലായിരിക്കും, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മളൊക്കെ ഇതുപോലെ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്, പിന്നെ ഒരാൾക്ക് മാത്രം എങ്ങനെ എന്ത് ഇത്ര പ്രത്യേകത, നിങ്ങളാദ്യം തുടങ്ങും, ഞാനത് വെച്ച് പിടിച്ചോളാം എന്നൊക്കെ പറയട്ടെ. അപ്പം പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനു ഉറങ്ങാണ്. അപ്പോഴേക്കും പട്ടി വരച്ച്, അപ്പോഴേക്കും എല്ലാവരും കൂടെ ഇറങ്ങി. ഒരു പ്രാവശ്യം ഉറങ്ങിയത് ഓക്കെ, ഇത് എത്രാമത്തെ പ്രാവശ്യം ഉറങ്ങുന്നത്, നമ്മുടെ റേഷനല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കര മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് അനുവിനെ വലിച്ചീറാണ്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഗസൽ വന്നിട്ട് ശൈത്യം അനുമോളും കൂടെ ബെഡിലിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞിട്ട്, നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തായിരുന്നോ എന്ന് ചോദിക്കുക. എന്തെങ്കിലും ഷുവർ, ഇല്ല ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, എൻ്റെ 2-3 സാധനങ്ങൾ കാണാനില്ല. അപ്പോൾ അത് ഞങ്ങളെടുത്തെന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശൈത്യ. ഗസൽ പറഞ്ഞു, ഞാൻ നവീനോട് ചോദിച്ചു, പറഞ്ഞു ഞങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പം നൂറെടുത്ത് നീ ചോദിച്ചു, അതൊക്കെ ഞാൻ ചോദിച്ചു എന്ന് പറയട്ടെ, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. ഗസൽ പോയി കഴിഞ്ഞപ്പോൾ ശൈത്യം മറ്റേ അനുമോളടുത്ത് ചോദിച്ചാൽ നീയോന്ന് ചോദിച്ചു, ഞങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ഞങ്ങളൊന്ന് നോക്കി അവിടെ, ഞാനും ആദിലും നൂറെല്ലാം കൂടെ നോക്കി, പക്ഷെ അവിടെ ഒന്നും കാര്യമായിട്ടൊന്നും കണ്ടില്ല, പക്ഷെ എവിടെ നിന്നും മേക്കപ്പ് സാധനമൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ അതിട്ട് ബിൻസിയും ഷാനവാസിനെ പറ്റി ഇരുന്ന് പറയണേ, പുള്ളി പെട്ടെന്ന് പറയൂല, അല്ല ഇങ്ങനെ ആലോചിച്ചിട്ടേ പറയുള്ളൂ. പുള്ളി പണ്ട് പറഞ്ഞിട്ടുണ്ട്, വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, എന്നെ പ്രേക്ഷകർ കാണുന്ന അതുപോലെയാണ്, എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് ബിന്നി പറയാം, അതിലെ നൂറ് എന്തായാലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്, ഷാനവാസൊക്കെ പോയി സംസാരിച്ച്, അത് അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര ഒരു ഗ്രഡ്ജ് വെച്ചിട്ടാണ് അവരെടുത്ത് സംസാരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ബിന്നി പറയാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് നമ്മുടെ മിഡ് വീക്ക്
എവിക്ഷൻ അല്ല, സസ്പെൻഷൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ അതിനകത്ത് അടുത്ത ടാസ്ക്കാണ് കോൾഡ് വാർ എന്ന് വെച്ചാൽ 6 ഫ്രിഡ്ജ് 6 കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവർക്ക് ഓരോ ഫ്രിഡ്ജ് കൊടുക്കും. അതിനകത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവർ മാക്സിമം സാധനങ്ങൾ ഈ ഫ്രിഡ്ജിൽ നിറയ്ക്കുക. ഇത്ര ബസർ ടു ബസർ റൗണ്ടാണ്. അപ്പം ബസർ അടയ്ക്കുമ്പോഴേക്കും ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അവർക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെ ഗെയിമാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. ഗെയിമിൽ ലാസ്റ്റ് ഗെയിം കഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കും. കാരണം തലയാണ് ബെഡ്ഷീറ്റും അതും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൗണ്ട് ചെയ്തിട്ട് ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ, ആരാ ജയിച്ചതെന്നൊക്കെ ഇവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, അല്ല കളിക്കൊരു ലോജിക്ക് വേണ്ടേ, ഇതെന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? ഫ്രിഡ്ജിൽ ആരെങ്കിലും ബെഡ്ഷീറ്റും തലയാണിയൊക്കെ കൊണ്ട് വെക്കോ, ടൂൾ ബോക്സും ഒക്കെ? ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാൻ പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന സാധനങ്ങളായിരിക്കണം. അപ്പം നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത് എപ്പോഴും ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാൻ നമ്മൾ സാധാരണ വെക്കുന്ന സാധനങ്ങളായിരിക്കണം. അപ്പോൾ എല്ലാവരും അയ്യോ എത്ര നേരം കഷ്ടപ്പെട്ടൊക്കെ വെറുതെ അല്ലേ. ചിലർ പെട്ടി തന്നെ അങ്ങോട്ട് കയറ്റി, തലയാണ കയറ്റി, ബെഡ്ഷീറ്റ് കയറ്റി, അതൊന്നും അതൊന്നും കൗണ്ടാവില്ല. അങ്ങനെ ലാസ്റ്റ് എണ്ണി വന്നപ്പം ഒണേലിന് 47 പോയിൻറ്റ്സ്, അതായത് 6 പോയിൻറ്റ്സ് കിട്ടി. 47 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ റെന ഫാത്തിമ 37 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, 5 പോയിൻറ്റ്സ്. രേണു 32 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, 4 പോയിൻറ്റ്സ്. അനീഷ് 24 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, 3 പോയിൻറ്റ്സ്. ശാരിക 23 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, 2 പോയിൻറ്റ്സ്. ശരിക 19 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, 1 പോയിൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ എല്ലാവരെയും വിളിച്ചിരുത്തിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയണം, ഈ ഡാർക്ക് റൂം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് ശരിയായിട്ട് അറിയില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ സഹായിക്കാൻ വന്ന ആൾക്കാർക്ക് തീരെ അറിയില്ലെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ കളിക്കുന്ന രീതി കണ്ടിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണ ഒരു രീതി പോലെ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സഹായികളെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് ഓരോരുത്തരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കണം. അപ്പോൾ ഓൺലൈനിൽ വന്നിട്ട് ഞാൻ ഹാപ്പിയാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഇവർ തന്നെ മതി എന്ന് പറയാം. ശാരിക വന്നിട്ട് പറഞ്ഞു ബിന്നിയുടെ പെർഫോമൻസ് അത്ര പോരാ, അതിലാണ് വേറെ കുഴപ്പമില്ല, മാക്സിമം എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ബിന്നി അത്രയ്ക്ക് പോരാ, ഞാൻ വിചാരിച്ച പോലെ അത്ര ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ബിന്നി എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഞാൻ ജെന്യൂനായിട്ട് തന്നെ കളിച്ചത്. ആ സമയത്ത് ചെറിയൊരു നമ്മൾ പ്ലാൻ ചെയ്ത സാധനം നമ്മൾ നടത്തിയപ്പോൾ അതങ്ങോട്ട് ശരിയായില്ല, അതാ പറ്റിയെന്ന് പറയാം. പിന്നെ അനീഷ് അറിയാലോ, അനീഷ് എൻ്റെ ദൈവമേ, അനീഷ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവർക്ക് എതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. എല്ലാവരും അവരെ സേഫാക്കി ഹാപ്പിയാക്കി വെച്ചിട്ട് അവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാം കളിച്ചത്. പക്ഷേ എൻ്റെ സേഫ്റ്റി ഞാൻ ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പെർഫോമൻസിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ശരത് ആദ്യം ഭയങ്കര പ്രഷറൊക്കെ വന്നു കഴിയുമ്പം ആൾക്ക് ചിന്തിക്കാനുള്ളതിൽ ആകെ ബ്ലാങ്കായി പോകുന്നു. അനുമോളാണെങ്കിൽ ആദ്യം മറ്റേ ട്രഷർ തുറന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് ചാടി. ഞാൻ പറഞ്ഞു സേഫ്റ്റി ഗ്ലൗസ് ഇടുന്നു പറഞ്ഞിട്ട് പിന്നെ വന്നു. അതിനിട്ട് പിന്നെ മുഴുവൻ ഇടാതെ പിന്നെയും ചാടി. പിന്നെ ഞാൻ വന്നിട്ട് ബാക്കി സാധനങ്ങളോട് ഇടുന്നു പറഞ്ഞിട്ട് പിന്നെ അതിട്ടിട്ട് പിന്നെയാണ് ചാടിയത്. അപ്പോൾ അവർക്ക് എന്നെ രക്ഷിക്കണമെന്നോ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നോ വലിയ ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ ആസ് യൂഷ്വൽ ചൊറിയൽ പരിപാടിയാണ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോഴാണ് പിന്നെ പോയിട്ട് ഗ്ലൗസൊക്കെ ഇട്ടത്. സെക്കൻഡ് ടാസ്കിലൊക്കെ അവർ നന്നായിട്ട് 100% ഒക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അനുമോളാണെങ്കിൽ ടാസ്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ചേട്ടൻ അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ നേരത്തെ ഞങ്ങളോട് പറയണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു സംസാരമൊന്നും ശരിയായില്ല. എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ ഞാൻ കളിക്കേണ്ടത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ബിഗ് ബോസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അപ്പാനിക്ക് അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചിട്ടില്ല. അപ്പോൾ അപ്പാന് എന്നിട്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംസാരിക്കാമോ, ഒരു ചാൻസ് തരുമോ എന്നൊക്കെ ചോദിച്ചു. ബിഗ് ബോസ് തീർച്ചയായും തരാമെന്ന് പറയും. പനിയാനും കൂടെ ഒരു വരവ് വന്നു. അതൊരു ആത്മാർത്ഥമായിട്ട് മാത്രമേ ഞങ്ങൾ നിന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഭയങ്കര ക്ലാപ്പിംഗ് ആണ് ഇത് കാണുമ്പോൾ. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു, എന്നിട്ട് 3 കോയിനെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇന്നലെ വരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഇന്നലെ രാത്രിയും കൂടെ ഞാനും അനുവും കൂടെ ഇരുന്ന് പറഞ്ഞാണ് നമ്മൾ മാക്സിമം എഫോർട്ട് എടുക്കണം, നമുക്ക് അയാളെ നമുക്ക് നോക്കണം, അനീഷിനെ നോക്കണം. പക്ഷെ നമുക്ക് നമ്മളെൻ്റെ ജയിലിൽ പോയ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റും നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ജയിച്ചിരിക്കണം, നമ്മുടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ സ്പേസാണിത് എന്നൊക്കെ പറഞ്ഞ് ഇയാളത് മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഇയാൾ തന്നെയാണ് മറ്റേ ഫ്രിഡ്ജിൻ്റെ അകത്ത് പെട്ടി കൊണ്ടുപോയി വെക്കുന്നത് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാണ് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇയാൾ പറഞ്ഞു വേണ്ട പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ പെട്ടിയൊക്കെ എടുത്ത് വെച്ചത്. ലാസ്റ്റ് ഇപ്പം നമുക്ക് പ്രശ്നമായ എന്ന് പറയാം. എന്നിട്ട് ഇയാൾ നന്ദിയില്ലാത്ത മനുഷ്യനാണ് എന്നൊക്കെ പറയാം. അപ്പം അനീഷ് ഡെഡ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് എനിക്കറിയാം. എൻ്റെ കുഴി കൊണ്ടാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അനുവരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്ന് ചോദിക്കുക. അപ്പോൾ അനീഷ് ഇവിടെ സർവൈവൽ ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടാസ്കിൽ കടന്നു പോകേണ്ടത് ഡെഡ് സോണിൽ എത്താതിരിക്കുന്നതും എൻ്റെ മാത്രം ആവശ്യമാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അപ്പനി പറയുക
നീ എത്തുവടാ, നീ ഉറപ്പായിട്ടും ഡെഡ് സോണിലെത്തും. കാര്യം എന്താണെന്നറിയോ, പാപികളെ ദൈവം ഒരുപാട് അങ്ങനെ വഴിക്കൂല, നീ എത്തും എന്നൊക്കെ പറയാട്ടെ. അപ്പോൾ അനീഷ് അതാ പൊസിഷനിലുള്ളവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ, നിങ്ങൾക്ക് ആ ടാസ്കിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. അപ്പം അതെ അതെ ഞങ്ങൾ ഇമ്പോർട്ടൻസ് ഒന്നും അറിയാതല്ലേ ഇതുവരെ കളിച്ചതെന്നൊക്കെ പറയാം. അപ്പോഴേക്കും ബിഗ് ബോസ് നിർത്തുക എന്ന് പറയാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സഹായികളെ മാറ്റാനുള്ള ഒരു അവസരം കൂടെ തരികയാണ്. ഒരു ബൗൾ വന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇവർക്ക് രണ്ടുപേരെ ചൂസ് ചെയ്തെടുക്കാം. ഈ പഴയ ആൾക്കാർ തന്നെ കിട്ടിയെങ്കിൽ വീണ്ടും ഒന്നും കൂടെ നറുക്കെടുക്കാം. അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ റെനയ്ക്ക് കിട്ടിയത് ബിന്നിനെയും ശരത്തിനെയും, സരികയ്ക്ക് കിട്ടിയത് അനുമോൾ അക്ബർ, രേണുവിന് കിട്ടിയത് ഷാനവാസ് നവീൻ, ശാരികയ്ക്ക് കിട്ടിയത് ബിൻസി അഭിലാഷ്, ഒണിലിന് കിട്ടിയത് ഗസേൽ അരിൻ. അപ്പോൾ എല്ലാവരും ഭയങ്കര ക്ലാപ്പിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗസേലിന് അരിനും കിട്ടിയത്, അനീഷ് ശൈത്യ, ആദില നൂറ. അനീഷ പിന്നെ അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ അനീഷിൻ്റെ സ്പീച്ച് ഉണ്ടല്ലോ. അനീഷ് എൻ്റെ ടീം ഞാനിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോഴേക്കും എല്ലാവരും കൂടെ കൂന്ന് പറഞ്ഞ് ഭയങ്കര കൂവലാട്ടോ അനീഷ്. എൻ്റെ നിലനിൽപ്പിനെ പറ്റി ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്, അതിന് നല്ലൊരു ചാൻസ് കിട്ടി, അത് ഞാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാനേട്ടാ. പിന്നെ അതിനുശേഷം അനീഷും ആദിലയും നൂറയും ശൈത്യയും കൂടെ ഇരുന്ന് സംസാരിക്കണം, അവരുടെ ടാസ്കിനെ പറ്റി സംസാരിക്കാം. അനീഷ് പറയാണ് എനിക്ക് എൻ്റെ നിലനിൽപ്പിനെ പറ്റി ഉത്തമമായ ബോധ്യമുണ്ട്, അതിനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയട്ടെ. അപ്പോൾ നൂറ നിങ്ങൾക്ക് ഞങ്ങളെങ്കിലും വിശ്വാസം ഉണ്ടാകുന്ന നിൽക്കുക. അനീഷ് ഉറപ്പായിട്ടും. അപ്പോൾ അപ്പുറത്തുനിന്ന് നമ്മുടെ അനു അപ്പാനിയുടെ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കട്ടെ. താക്കോൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗ്യമല്ലേ, അത് ലക്കനുസരിച്ചല്ലേ എന്നൊക്കെ പറയാം. അപ്പാനി അതേന്നെ, അത് ലക്കനുസരിച്ചിട്ടാണ്. ഇവിടെ നിന്ന് ഇറങ്ങണ വരെ ഇയാൾ എൻ്റെ ശത്രു ആയിരിക്കും, ഇയാളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല, ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. ഇനി മറ്റേ എന്താണ് ശൈത്യേനെയും ആദിലേനെയും നൂറേനെയൊക്കെ വെച്ചിട്ട് പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് പറയും? അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഇവരിയ്ക്കുകയാണ്, അനീഷ്, ആദില, നൂറ, ശൈത്യ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് ഇത് തന്നെ വന്ന് പറയാം, ഇനി ഇവർ കളിച്ചിട്ട് പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഇടങ്ങേറാക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ അപ്പാനിയും അനുവും കൂടെ കളിക്കാം. അപ്പാന് പറയണേ അവനെൻ്റെ ശത്രുവാണ്, എന്നിട്ടും കൂടെ ഞാൻ എന്തൊരു ആത്മാർത്ഥമായിട്ടാണ് കളിച്ചത്. അപ്പം ഇപ്പുറത്ത് അനീഷ് പറയട്ടെ ഞാനൊരു ചതിയനാണെന്നാണ് എല്ലാവരും പറയണത്, പക്ഷെ അങ്ങനെ അല്ല, അങ്ങനെ ചതിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ എല്ലാ ആൾക്കാരുടെ അടുത്തും ബിഗ് ബോസിൻ്റെ അടുത്തൊക്കെ പോയി പറയില്ലേ ഇവർ ശരിക്കും കളിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ പറയില്ലേ. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാനത് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. പിന്നെ അടുത്തത് കിച്ചണിൻ്റെ വഴക്ക്, ആസ് യൂഷ്വൽ അനീഷുള്ള സ്ഥലത്ത് വഴക്ക്. കിച്ചണിൽ ഷാനവാസ് ഗസലിനടുത്ത് പറയണേ പൊടി തീർന്നെങ്കിൽ നീ എന്നോടാണ് പറയണത്, നീ അനീഷിൻ്റെ അടുത്ത് പറ, അവനെയല്ലേ ഞാൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്, ഇവൻ്റെ അടുത്ത് അവനല്ലേ അത് സോൾവ് ചെയ്ത് തരേണ്ടത്, അല്ലാതെ പിന്നെ ഈ പൊണ്ണനെ ഞാൻ എന്തിനാണ് ഇവിടെ ക്യാപ്റ്റനാക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി, ഇതെല്ലാം എത്ര യൂസ് ചെയ്യണം എന്താണെന്നൊക്കെ ഉള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയില്ലേ ഈ പൊണ്ണനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം സെയിം വേർഡ് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അപ്പാനിക്ക് കേട്ടപ്പോഴേക്കും ചാടി വീഴല്ലോ. അപ്പാന് സത്യമാണ് ഷാനവാസിക്ക് ഇപ്പോഴാണ് ഒരു സത്യം പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ അനീഷ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നെ ഒന്നും അത് എഫക്റ്റ് ചെയ്യേയില്ല. അത് കഴിഞ്ഞിട്ട് ഗസലിനടുത്ത് പറയാം ഷാനവാസ് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഗസലും ആരും ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗസൽ അല്ല ആസ് എ ക്യാപ്റ്റൻ നവീൻ ഇവിടെ വന്ന് കട്ടെടുക്കുന്നതിനൊന്നും പറയുന്നില്ല എന്നാണ് ഷാനവാസ് പറയുന്നതെന്ന് പറഞ്ഞിട്ട്. അനീശ്വര ഞാൻ തെറ്റിയതെങ്കിൽ തെറ്റ് ചെയ്തെന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ട്, അതിന് പിന്നെയൊന്നും കുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗസൽ ഷാനവാസിനടുത്ത് പറഞ്ഞിട്ട് അയ്യോ അയാളെ ചീത്ത പറയില്ലേ, ഞാൻ പറഞ്ഞിട്ടാണ് ചീത്ത പറയുന്നത്. അപ്പോൾ ഷാനവാസ് എന്തെങ്കിലും വിഷമമുണ്ടോ, ഞാൻ പറഞ്ഞത് വിഷമമായാന്ന് ഇരിക്കണം അനീഷിൻ്റെ അടുത്ത്. അങ്ങനെ വിഷമമായെങ്കിൽ സോറി. അപ്പം അനീശ്വര ഞാൻ സോറി അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ 1-2 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടാ. അത്രമാത്രം എനിക്കത് ഹേർട്ടായി. അപ്പോൾ ശാരിക സോറി പറയാൻ പറഞ്ഞു ഇനി വേറെന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ചത്ത് കാണിക്കുന്ന ആൾക്ക് ചോദിക്കുക. അപ്പോൾ ഷാനവാസ് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് ആകുമ്പോഴേക്കും ഫുഡ് എല്ലാവർക്കും തികയാണ്ടാവും, അതിനുള്ള സാധനങ്ങൾ തികയാണ്ടാവും, അല്ലെങ്കിൽ അപ്പോൾ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ക്യാപ്റ്റനാണ് ഏറ്റെടുക്കേണ്ടത്. അപ്പോഴേക്കും മറ്റേ നമ്മുടെ നവീൻ വന്ന് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഷാനവാസ് പറയാം ആവശ്യത്തിൽ കൂടുതൽ നവീൻ എടുത്തു എന്നാണ് ഇവിടെ പ്രശ്നം എന്ന് പറയട്ടെ. നവീൻ ആരാണത് പറഞ്ഞത്, നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ഗസിൽ 2 girls saw you eat എന്ന് പറയട്ടെ. അപ്പോൾ അനീഷ് സോൾവ് ഇറ്റ് അല്ല എന്ന് പറയട്ടെ. അപ്പോൾ ഗസൽ സോൾവ് ഇറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, സോ യു ഈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടെ. അപ്പോൾ നവീൻ അല്ല അത് ആരാണെന്ന് പറ എന്ന് പറയാം. അപ്പോൾ ഗസൽ അത് പറയണോ എന്ന് ചോദിക്കുക. അപ്പോൾ അനീഷിന് ആൾക്കാരെ ഏകദേശം പിടിയിട്ടിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ അത് വേണ്ട, ഇതാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്നാലും എനിക്കത് ആരാണെന്ന് അറിയണ്ട, എനി പ്രോബ്ലം എന്നൊക്കെ ചോദിക്കാം നമ്മൾ നവീൻ.
പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് അനീഷിനെ എല്ലാവരും കൂടെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. നവീൻ പറയാം സമ്മതിക്കില്ല, ചോറ് കളയാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഷാനവാസ് കളഞ്ഞില്ലല്ലോ അക്ബർ, ഇല്ല കളയില്ല. ഷാനവാസ് ഈ അരിയും ചോറൊക്കെ വെറുതെ കിട്ടുന്നതെന്നാണ് തൻ്റെ വിചാരം എന്ന് വയ്ക്കുക. അക്ബർ ആൾ പറയുമ്പോൾ നമ്മളങ്ങോട്ട് കളയാൻ പോവല്ലേ. അപ്പോൾ ഷാനവാസ് ഇതെന്താ തലയിൽ തലച്ചോറില്ലേ. അപ്പോൾ അനീഷ് കിച്ചണിൽ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ നിങ്ങളെ വിളിച്ചോ. അപ്പോൾ ഷാനവാസ് നീ വിളിക്കണ്ട, എനിക്കിവിടെ വരാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്, നീ വിളിച്ചിട്ട് വരേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പാന് ബാക്കി 19 പേരെ റേഷനാണ് ഇയാൾ കളയണത്, ആരോട് ചോദിച്ചിട്ടാണ് നീ കളയാൻ പോണത് എന്നൊക്കെ ചോദിക്കുക. അപ്പം ശാരിക കളയട്ടെ എന്ന് ചോദിക്കുക പോലും ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ചിന്ത പോലും മനസ്സിൽ വരാൻ പാടില്ല. അക്ബർ ചോദിക്കാം എന്തിനു കളയണം, നമ്മൾ കഴിക്കൂലേ, ഇത് ആരും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നാളും പിടിച്ചു വെച്ചത്, 2-3 സ്പൂണും ഏത് എല്ലാവർക്കും കൊടുത്തത്, എല്ലാവരും കൊടുത്തതിന് എല്ലാവരും കഴിച്ച് തീർക്കുമായിരുന്നല്ലോ എന്ന് പറയാം. നവീൻ ഒരു തെറ്റ് പറ്റിയെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പിന്നെയും ചാടിക്കടിക്കാൻ പോകും. അപ്പോഴേക്കും അനീഷ് ഒരു തെറ്റും എനിക്ക് പറ്റിയിട്ടില്ല, അതൊരു 3-4 പ്രാവശ്യം പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചവിട്ടി കൂട്ടുവാണ് എന്നൊക്കെ പറയണേ. അതിൻ്റെ കിച്ചണിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കോ, ഞാനാണ് കിച്ചൺ ടീം ക്യാപ്റ്റൻ എന്ന് പറയാൻ. അപ്പോൾ ശരത്ത് നീ ആരാണത് പറയാൻ നോക്കി. അപ്പോൾ അനീഷ് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിക്കോ, ഞാൻ കിച്ചണിൽ നിൽക്കൂല, അതുപോലെ കുക്ക് ചെയ്യൂല്ല എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കൂടെ പൊക്ക കുക്ക് ചെയ്യാതിരിക്കാനുള്ള ഓരോ അടവ് എന്ന് പറയും. അപ്പം അക്ബറിന് ദേഷ്യം വന്നു. അക്ബർ ഡാ കുക്ക് ചെയ്യാൻ പാടാ, ഇത് നിൻ്റെ വീടൊന്നുമല്ല, കുക്ക് ചെയ്യാൻ പാടാന്ന് പറയും. ശാരിക എല്ലാവരും ഇറങ്ങുക, അവൻ കുക്ക് ചെയ്യൂല എന്ന് പറയുന്നുണ്ട്. അക്ബർ ഇത് നിൻ്റെ വീടൊന്നുമല്ല, കുക്ക് ചെയ്യാൻ പാടാ, ആ പരിപാടി ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞിട്ട്. അപ്പം അനീഷ് ഡോണ്ട് ടച്ച് മീ, എന്നെ തൊടരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അക്ബർ പറയണേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് എല്ലാവർക്കും വേണം, വളരെ വിലപ്പെട്ടതാണ്, പവിത്രപ്പെട്ടതാണെന്നൊക്കെ ഉച്ചയ്ക്ക് പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പം നോക്കി ഒരു ബൗള് ചോറാണ് കളയാൻ പോയത്, അത് ഉച്ചയ്ക്ക് വെച്ച ചോറ്, ഇത് ഇരട്ടത്താപ്പല്ലേ ഇവൻ്റെ എന്ന് പറയട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീൻ ജീവിതകഥയാണ്. ശാരിക, അഭിലാഷ്, നവീൻ ഇവരാണ് ഇന്നത്തെ ജീവിതകഥ പറയുന്നത്. അപ്പം ശാരികയുടെ പേഴ്സണൽ ലൈഫ് പറയണം. പേഴ്സണൽ ലൈഫിൽ വളരെ ദുഃഖകരമായിട്ട് അവർക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ, ആദ്യത്തെ കുഞ്ഞുണ്ടാകാൻ പോയി, കുട്ടീനെ കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ കുട്ടി 10 മാസം ആയി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് കുട്ടി വയറിൽ നിന്ന് മരിച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിനുശേഷം അവർക്കുണ്ടായിരുന്ന വിഷമങ്ങളും സങ്കടങ്ങളും അങ്ങനത്തെ കുറച്ച് സാഡ് സ്റ്റോറി പോലത്തെ അതാണ് പറഞ്ഞത്. ബാക്കി അഭിലാഷാണെങ്കിലും അഭിലാഷിൻ്റെ ഫാദറിനെ കുറിച്ചൊക്കെ വളരെ ഒരു ദുഷ്ടനായ അച്ഛനായിരുന്നു എന്നൊക്കെ പറഞ്ഞു, അമ്മേനെ കുറെ ഉപദ്രവിച്ചിരുന്നു, അതൊക്കെ കണ്ടു വളർന്ന് അങ്ങനത്തെ ചൈൽഡ്ഹുഡ് ആയിരുന്നു എന്നൊക്കെ പറയാം. നവീനാണെങ്കിലും നവീനെ പാരൻസ് വേറെ സ്ഥലത്തേക്ക് നോക്കാൻ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ചൊരു ട്രാജിക് അങ്ങനത്തെ ലൈഫ് സ്റ്റോറി ആയിരുന്നു 3 പേരും പറഞ്ഞ കഥകൾ കേട്ടോ. പിന്നെ അതിൻ്റെ നമ്മൾ ബാക്ക് ടു നമ്മുടെ കിച്ചണിൽ നമ്മുടെ അനു ഉപ്പ് കുറച്ചെടുത്തിട്ട് ഓടിക്കളയാം, പുറകെ ആര്യനെ ഓടുന്നുണ്ട്. ഇതെന്തിനാന്ന് നിൽക്കുമ്പോൾ സ്ക്രബ്ബോ എന്ന് ചോദിച്ചിട്ട് അവർ ആര്യനെ എത്തി സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീനിൽ രേണു എടാ ആര്യ ബിഗ് ബോസൊക്കെ കഴിയുമ്പോൾ നീ എന്നെ തിരിഞ്ഞു നോക്കൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റേന ആര്യൻ ഈസ് ഗോയിങ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ഗേൾ ഫ്രണ്ട്സ്, എയർപോർട്ടിൽ നിറച്ച് പെണ്ണുങ്ങളായിരിക്കും. അപ്പം നവീൻ പറയാം അപ്പം ഞാൻ അവരുടെ ദേഹത്തോട്ടൊക്കെ പച്ചവെള്ളം കോരി ഒഴിക്കും, തണുത്ത വെള്ളം കോരി ഒഴിക്കും എന്നൊക്കെ പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സംസാരം ഉണ്ടാവുന്നത് ശാരിക ബിന്നിയാണ്. ശാരിക ബിന്നിയും കൂടെ ബാത്റൂമിൻ്റെ സൈഡിലിട്ട് സംസാരിക്കാം. കാരണം അവർ ശാരിക പറഞ്ഞല്ലോ ബിന്നി അത്ര നന്നായി കളിച്ചില്ലെന്ന്, അപ്പോൾ ആ ഇഷ്യൂനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ശാരിക പറഞ്ഞു ഗെയിം ഈസ് ഓവർ, നീ നല്ലൊരു ഗെയിമറാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞത്, പക്ഷെ നിനക്കത് ഇത്രമാത്രം ഹേർട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നറിയാം. പിന്നെ പറഞ്ഞു ഞാൻ സോറി പറഞ്ഞു, എന്നിട്ടും ചേച്ചി അത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത പോലെ ആയി എന്നൊക്കെ പറഞ്ഞു. അവരത് പറഞ്ഞത് സോൾവ് ആക്കി. പിന്നെ അതിന് ശേഷം ഗസലും ആനുവും കൂടെ ഉള്ള അടുത്ത ഫൈറ്റാണ്. അനു വാഷ്റൂമിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ഗസൽ വാഷ്റൂമിൻ്റെ അകത്തേക്ക് പോകും. അപ്പോഴേക്കും ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് അനുവിൻ്റെ അത്ര കണ്ടോ ഇവൾ ലിപ്സ്റ്റിക് ഇട്ട് കണ്ടോ, എന്നിട്ട് എന്നോട് പറയാൻ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന്, ഇവളാണ് മേക്കപ്പ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ചുണ്ട് നോക്ക്, ഇവളുടെ പിഗ്മെൻറ്റഡ് ചുണ്ടാണ്, എന്നിട്ട് പിരിക്കുന്നത് നോക്കിയാൽ. അപ്പോൾ അനു പറയാം ഞാനത് ബീട്രൂട്ട് യൂസ് ചെയ്താണ്. അപ്പോഴേക്കും മറ്റേ നോറ് വന്നിട്ട് അതെ ഇവൾ ബീട്രൂട്ട് യൂസ് ചെയ്യണം ഞാനും കണ്ടതാണ് എന്ന് പറയും. അപ്പോൾ ഗസൽ സി ബിഗ് ബോസ് ഷീസ് പുട്ടി മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയിൽ പോയി പറയാൻ കേട്ടോ. അപ്പോൾ അനു വേഗം ചെയ്തിട്ട് അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ടിഷ്യൂവിൽ നിറച്ചെന്തോ ഇങ്ങനെ ഫൗണ്ടേഷൻ പോലെ. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗസലൊരു അതെൻ്റെ മുഖത്ത് നിന്ന് ഞാൻ ഓയിൽ തുടച്ചതാണ്, ദാറ്റ് ഈസ് നോട്ട് മേക്കപ്പ്, ദാറ്റ് ഈസ് ഓയിൽ എന്നൊക്കെ പറയട്ടെ. അനു ഞാൻ കുറേ വർഷമായി മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് മേക്കപ്പൊക്കെ കണ്ടാൽ എനിക്കറിയാം കേട്ടോ എന്ന് പറയാം. അപ്പോൾ ഗസൽ എൻ്റെ ബെഡിൽ പോയി നോക്ക്, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ അനു 3 പ്രാവശ്യം ബിഗ് ബോസ് നമുക്ക് വാൺ ചെയ്തതാണ്, എന്നിട്ടും നീ ഇതുവരെ മാറ്റിയിട്ടില്ല.
ഗസൽ പറയാം, നീയാണ് മേക്കപ്പ് ചെയ്തത്, നിനക്ക് കുശുമ്പാണ്, നീ ബിഗ് ബോസിൻ്റെ ആരാണ്, ബിഗ് ബോസിൽ നീ നന്നായിട്ട് ഗെയിം കളിക്കുക, എന്നിട്ട് നീ സംസാരിച്ചാൽ മതി കേട്ടോ, എൻ്റെ അടുത്ത് വലിയ വർത്താനമൊന്നും പറയണ്ട, ആദ്യം പോയി ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനുമോളെ ഇൻസൾട്ട് ചെയ്യേണ്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് ഗസൽ കിച്ചണിൽ പോവാം. അവിടെ നമ്മുടെ നവീൻ നിൽക്കണ്ടേ. ആ സമയത്ത് അനീഷ് വന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ, നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഗസലിനകത്തേക്ക്. ഗസൽ ഇല്ലെന്നേ, ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. അപ്പം നവീൻ അത് എന്തോ ഒരു പൊട്ടറ്റോ ഫേഷ്യൽ ചെയ്തതാണ് എന്ന് പറയട്ടെ. അപ്പോൾ അനീഷ് എല്ലാ ഗേൾസും പറയുന്നുണ്ടല്ലോ. അപ്പം ഗസൽ അവർ ഗ്രൂപ്പായിട്ട് പറയാം. ഒരാൾ പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. പണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്നില്ലേ, അപ്പോൾ അത് കാരണമാണ് അവരിങ്ങനെ പറയണതെന്നൊക്കെ പറയാം. അപ്പം നവീൻ ഗസൽ ഈ നവീൻ പോയി ബാത്റൂമിൽ. അവിടെ ഇവരെല്ലാം നിന്ന് ലേഡീസ് എല്ലാം കൂടെ ഒന്ന് സംസാരിക്കട്ടെ. അപ്പം നവീൻ എന്നിട്ട് ഗസൽ പൊട്ടറ്റോ ഫേസ് പാക്കാണ് യൂസ് ചെയ്തത്, വേറെ ഒന്നുമല്ല. അപ്പം ഇവർ ആ ടിഷ്യൂലുള്ള ഇതിങ്ങനെ കാണിച്ചു, നോക്ക് ഇതാണ് നിൻ്റെ പൊട്ടറ്റോ, നിനക്ക് പൊട്ടറ്റോ കണ്ടാറിഞ്ഞൂടെ, നിനക്ക് മേക്കപ്പ് കണ്ടാറിഞ്ഞൂടെ, നീ മണത്ത് വെക്കുക എന്നൊക്കെ പറയാട്ടോ. അപ്പം നവീൻ എടുത്തിട്ട് മണത്ത് വെക്കിയിട്ട് പിന്നെ ഒന്നും മിണ്ടില്ല. അപ്പോൾ ഓടിക്കോ കണ്ട വഴി ഓടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവനെ കളിക്കുക. അവൻ അവിടേക്ക് പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഗസലിൻ്റെ പെട്ടി തുറക്കാം. അവരുടെ ആ ബെഡിൻ്റെ താഴെയുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ നോക്കുകയാണ്. അപ്പം അനു ഗസലിനകത്ത് വയ്ക്കാം, ഫൗണ്ടേഷൻ എവിടെ പറയാം, യു ആർ ജീനിയസ് ഫൗണ്ട് ഇറ്റ് എന്നൊക്കെ പറയാം. ഓണിയിൽ അവളെ എണ്ണയാണ് തേച്ചത്. അപ്പം എല്ലാവരും അനു പറയും എണ്ണ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടെ. അപ്പോൾ അനു കോസ്മെറ്റിക് സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളതാണ്, ബാഡ്ജ് ഇല്ലാത്തവർ ആരും യൂസ് ചെയ്യാൻ പാടില്ല, അപ്പോൾ ഇവർക്ക് മാത്രം എന്താ പരിഗണന എന്നൊക്കെ പറയാം. അക്ബർ പറയണേ അനീഷേട്ടനെ കൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അപ്പന്. അതെ, അപ്പോഴാണ് ഒരു ബീട്രൂട്ടും ഒരു ലിപ്സ്റ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിന്ന് കളിയാക്കുക. എന്നിട്ട് ഗസൽ ഞാനെല്ലാം തിരിച്ചു കൊടുത്തു, എൻ്റെ കയ്യിൽ വൈബ്സ് മാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും കാണാനില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അനു അവിടെ നിന്ന് അനുവും ശൈത്യം കൂടി ഇരിക്കുക. എന്നിട്ട് എല്ലാവർക്കും ഇവിടെ പേടിയാണ്, ഇവിടുത്തെ ചേട്ടന്മാർക്കൊക്കെ പേടിയാണ്, അതുപോലെ ചില പെൺപിള്ളേർക്കും ഒക്കെ പേടിയാണ്, എന്താണെന്നറിയില്ല എന്നൊക്കെ പറയട്ടെ. ഗസൽ അവിടെ ക്ഷീണിച്ച് കിടക്കുമ്പോഴേക്കും അനുമോള് പോയി ഇതൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. അപ്പം ദിസ് ഗേൾ ഈസ് ടച്ച് മൈ തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗസൽ ദേഷ്യപ്പെട്ട് തിരിച്ച് ആ ഡ്രോയൊക്കെ അടച്ചിട്ട് ഗസൽ പോയി ഞാൻ പകൽ മുഴുവൻ കുക്ക് ചെയ്തിട്ട് ക്ഷീണിച്ച് വന്ന് നടക്കുമ്പോൾ രാത്രി ഉറങ്ങാനും സമ്മതിക്കില്ല എന്നൊക്കെ പറയാം. എന്നിട്ട് ഗസൽ എന്നിട്ട് നൂറെടുത്ത് പറയണം ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഫൗണ്ടേഷൻ ഇല്ല, ലിപ്സ്റ്റിക് ഇല്ല, ഒന്നുമില്ല, ഞാൻ ബീട്രൂട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയണം. അപ്പം ഓക്കെ എന്നാൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് ഈ ഗസൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നവീൻ എന്ത് ചെയ്യുന്നത് കുറച്ച് പൊട്ടറ്റോ കരിഞ്ഞ് ഓവനിൽ വെച്ച് പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ആരും കാണാതെ പതുക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ക്യാമറക്ക് നോക്കി തമസപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗസൽ വന്നിട്ട് ക്യാമറ നോക്കിയിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബിഗ് ബോസിനെ അറിയാവുന്നല്ലേ, എൻ്റെ അടുത്ത് മാത്രം എന്താ ഇങ്ങനെ, പ്ലീസ് ബി കൈൻഡ് ടു മീ, ഞാൻ സുഖമില്ലാഞ്ഞിട്ടും ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നില്ലേ, ഞാൻ ഗെയിം കളിക്കുന്നില്ലേ, പിന്നെന്താണ്, പ്ലീസ് ബി കൈൻഡ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് ഇന്നത്തെ ലാസ്റ്റ് പാർട്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് പ്ലസ് വന്നിട്ടോ. പ്ലസിൻ്റെ അകത്ത് ഇന്ന് കാണിച്ചത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കിച്ചൺ ടീമാണ്. കിച്ചൺ ടീമിൽ അവരൊരു പ്ലഡ്ജ് പോലെ എല്ലാ കിച്ചൺ ടീം എല്ലാവരും കൂടെ കൈ ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയം നമ്മുടെ കൂടെ തന്നെ എന്നൊക്കെ പറയും. അപ്പോൾ അനീഷിന് ഭയങ്കര സന്തോഷം, അനീഷ് ഭയങ്കര ചിരിച്ചോണ്ടൊക്കെ നിൽക്കുക കേട്ടോ. പിന്നെ ബിന്നി രേണുവിൻ്റെ അടുത്ത് പറയാം മാപ്പ് കൊടുത്തോ, മറ്റേ അക്ബറിൻ്റെ കാര്യമാണ്, മാപ്പ് കൊടുക്കുന്നില്ലേ, മാപ്പ് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേണു അതിനു വേണ്ടി പാട്ട് മാത്രം ഒന്ന് പാടുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എൻ്റെ അടുത്ത് മിണ്ടുന്നേ ഇല്ല. ഇതെല്ലാം കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മറ്റേ ഹാർട്ട് ഷേപ്പിൽ ചപ്പാത്തിയിട്ട് വന്നത്, ഇനി ഞാൻ മാപ്പ് കൊടുക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് ഞാൻ സെൽഫായിട്ട് ലവ് ചെയ്യുന്ന ആളാണ്, സെൽഫ് ലവ് വിശ്വസിക്കുന്നു. അപ്പോൾ ഗസൽ നിങ്ങൾക്ക് സെൽഫ് ഒബ്സഷനാണ്, അല്ലാണ്ട് സെൽഫ് ലവ് ഒന്നും ഇല്ല എന്നൊക്കെ പറയാം. അപ്പം എവിടെ സെൽഫ് ലവ്, ആരെ സ്നേഹിക്കണം എന്നായി പറയണത്, ഒരു ലൈഫ് സ്റ്റോറി പറയാൻ വന്ന ആൾക്കാരെ വരെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ടാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ട് പറയാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബിൻസി തെറ്റാണ് അനീഷ് പറഞ്ഞാൽ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി പച്ചിലയും പഴുത്ത ഇലകളും എന്ന് പറയാം. അതായത് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന എന്ന് തോന്നുന്ന ഒരാൾ, പിന്നെ സേഫ് ഗെയിം കളിക്കുന്നു എന്ന് തോന്നുന്ന ഒരാൾ, വളരെ നന്നായി ഗെയിം കളിക്കുന്നു എന്ന് തോന്നുന്ന ഒരാൾ, അങ്ങനെ 3 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഓരോ ആൾക്കാരായിട്ട് വരികയാണ്. ആദ്യം തന്നെ ഷാനവാസ് പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞത്, എല്ലാവരും പ്രശ്നക്കാരൻ അനീഷിനായിട്ട് പറഞ്ഞത്. പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞാൽ അനീഷ്, സേഫ് ഗെയിം കളിക്കുന്ന ബിന്നി, നല്ല പ്ലെയർ അക്ബർ, പിന്നെ അപ്പാനി പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം ഷാരിക, ഗുഡ് ഗെയിം അക്ബർ, പിന്നെ അനീഷ് പറയുന്നത് നമ്മുടെ പ്രശ്നക്കാരൻ ഷാനവാസ്, സേഫ് ഗെയിം ശൈത്യ, ഗുഡ് ഗെയിം ഗസൽ.
പിന്നെ ശാരിക വന്നിട്ട് പ്രശ്നക്കാരൻ, എല്ലാവരും പ്രശ്നക്കാരൻ അനീഷ് മാത്രം ഷാനവാസിനെ പേര് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പ്രശ്നക്കാരൻ അനീഷാണ്. പിന്നെ സേഫ് ഗെയിം കളിക്കുന്നത് അനുമോള്, അക്ബറാണ്, ബിന്നിയാണ് നല്ല കളി കളിക്കുന്നത്. പിന്നെ ബിൻസി പറയണത് അനീഷിനെ തന്നെ പ്രശ്നക്കാരൻ. പിന്നെ സേഫ് ഗെയിം കളിക്കുന്നത് അനുമോള്, ഗുഡ് ഗെയിം കളിക്കുന്നത് ശരത്ത്. പിന്നെ അഭിലാഷ് പറയണത് പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം കളിക്കുന്ന ശരത്ത്, ഗുഡ് ഗെയിം കളിക്കുന്ന ഗസേൽ. അക്ബർ വന്നിട്ട് പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം നവീൻ, ഗുഡ് ഗെയിം അപ്പാനി. നവീൻ പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം നവീൻ, ഗുഡ് ഗെയിം അപ്പാനി. പിന്നെ ആദില നൂറ വന്നിട്ട് പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം കളിക്കുന്ന നവീൻ, ഗുഡ് ഗെയിം ശരത്ത്. പിന്നെ വന്നിട്ട് രണ ഫാത്തിമ പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം അനുമോള്, നല്ല ഗെയിമർ അക്ബർ. ബിന്നി പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം അനുമോൾ, നല്ല കളിക്കാരൻ അപ്പാനി. ആര്യ പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം അനുമോള്, ഗുഡ് ഗെയിം ഗസേൽ. പിന്നെ അനുമോള് പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം നവീൻ, ഗുഡ് ഗെയിം ഗസേൽ. പിന്നെ ശൈത്യ പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം നവീൻ, ഗുഡ് ഗെയിം അഭിലാഷ്. പിന്നെ രേണു പ്രശ്നക്കാരൻ അനീഷ്, സേഫ് ഗെയിം നവീൻ, ഗുഡ് ഗെയിം ആദില നൂറ. ഗസേൽ പ്രശ്നക്കാരൻ അനീഷ്, എല്ലാവരും പ്രശ്നക്കാരൻ അനീഷാണ് കേട്ടോ. സേഫ് ഗെയിം അനുമോള്, ഗുഡ് ഗെയിം അക്ബറും ആര്യയും രണ്ടുപേരെ പറഞ്ഞു. പിന്നെ ശാരിക വന്നിട്ട് അനീഷിനെ പറ്റി പറഞ്ഞാണ് കേട്ടോ. ആദ്യ ദിവസം തന്നെ കൊട്ടാരം പോലുള്ളൊരു വീട് അത് കാണണമെന്ന് പറഞ്ഞപ്പോൾ മുന്നിൽ തന്നെ ഒരു കസേരയും ഇട്ടിട്ട് കുത്തിയിരുന്ന് ഈ ചങ്ങാതില്ല എന്ന് കണ്ട അന്ന് മുതൽ കണ്ടകച്ചിനി പോലെയാണെന്ന് പറയട്ടെ. അതുകഴിഞ്ഞിട്ട് പിന്നെ സേവ് ഗെയിം കളിക്കുന്നത് അനുമോളും, ഗുഡ് ഗെയിം കളിക്കുന്നത് അഭിലാഷ് നവീൻ എന്ന് പറയാം. പിന്നെ ഒണിയിൽ പ്രശ്നക്കാരൻ അനീഷ്, സേവ് ഗെയിം അനുമോൾ, ഗുഡ് ഗെയിം ഗസൽ. ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് പേരുകൾ. പിന്നെ എന്നിട്ട് അനുമോൾ സേഫ് ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞതിൽ സന്തോഷം എന്ന് പറയാം. അനുമോൾ എനിക്കൊരു ബെസ്റ്റ് പ്ലെയറിൻ്റെ അവാർഡ് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും സേഫ് ഗെയിം കളിക്കുന്ന ആൾ ഞാനാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയാം. പിന്നെ ആയിട്ടും രേണു ശാരികയോട് സംസാരിക്കുക. രേണു പറയാം അപ്പാനി ശരത്ത് എവിടെ നിൽക്കും, ശാരിക കറക്റ്റാണ്, അവനാണ് സേഫ് ഗെയിമർ. അനീഷ് നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണെന്ന് തന്നെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. ഇവിടെ ആരെങ്കിലും ചൊറിയേണ്ട കാര്യമില്ല, അതിനല്ലേ ബിഗ് ബോസ് നല്ല ടാസ്ക് ഒക്കെ തരുന്നതെന്ന് പറയാട്ടോ. പിന്നെ എന്നിട്ട് അപ്പാനി അക്ബറും കൂടെയുള്ള സംസാരമാണ്. അഭിലാഷ് ശൈത്യനെയും അനുമോളെയും കയ്യിലെടുത്തു എന്ന് പറയാം. പിന്നെ എന്നിട്ട് അപ്പാന് അവളെ ഞാൻ എന്തോരം സപ്പോർട്ട് ചെയ്താന്ന് പറയട്ടെ. പിന്നെ അടുത്ത സീനിൽ രേണു കണ്ണാടിയുടെ മുമ്പിൽ എന്നിട്ട് ആ പേര് ഞാൻ യോഗ്യയല്ല, ഞാൻ അതൊരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. ഞാൻ അക്ബറിനോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ശാരിക എന്ന് പറയാം ബിന്നി ഒരു വഞ്ചകി ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഷീ സെൽഫിഷ് എന്ന് പറയാനേ, ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സെൽഫിഷാണ് അവൾ എന്ന് പറയാം. അക്ബർ പറയാം ബിന്നി മറ്റേ ശാരികയുടെ അടുത്ത് സോറി പറഞ്ഞു, അതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ അവരത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിരുന്നു, കുഴപ്പമില്ല. പക്ഷെ മറ്റേ ആളുടെയാണ് ഭയങ്കര, നമ്മുടെ അനീഷിൻ്റെ ഭയങ്കര ഇപ്പോൾ അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറയാം. എന്നിട്ട് പിന്നെ ശാരിക ഈ അനീഷ് ഹീറോ ഓരോ ആൾക്കാർ അനീഷ് ഹീറോ ആക്കിക്കൊണ്ടിരിക്കുക, ഷമ്മി എന്ന് ഹീറോ ആയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം. പിന്നെ എന്നിട്ട് അടുത്തത് ഒരിടത്ത് നമ്മുടെ കഥ പറയുന്ന ടാസ്ക്. അതിനകത്ത് സരിക അടുത്ത് കുട്ടിക്കാലം പറയാം. കുട്ടിക്കാലം നോർമലായിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ അഭിലാഷിൻ്റെ അടുത്ത് അമ്മേനെ പറ്റി അച്ഛനെ പറ്റിയൊക്കെ ചോദിക്കണം, അതൊക്കെ സാഡ് സ്റ്റോറീസൊക്കെ കേട്ടോ. പിന്നെ നവീൻ്റെ അടുത്തും അമ്മ അച്ഛൻ അതിനെ പറ്റിയൊക്കെ പറയാണ്. അതിലെ നൂറ കോൺവെർസേഷൻ ആട്ടാ. അവർ തമ്മിൽ സംസാരിക്കുന്നത് നീ എന്തിനാടാ സേഫ് ഗെയിം കളിക്കുന്നത്. അപ്പം മറ്റേ അതിൽ പറയാം എനിക്ക് ഫ്രണ്ടിൻ്റെ അഗെയിൻസ്റ്റ് ഗെയിം കളിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഫ്രണ്ടായോ, ഗസയിൽ എപ്പോൾ ഫ്രണ്ടായി എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവൾക്കാണെങ്കിൽ മേക്കപ്പ് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, അത് സമ്മതിക്കാനും പറ്റുന്നില്ല, പക്ഷെ മേക്കപ്പ് യൂസ് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ പറയാം. അത്രയും വെച്ചിട്ടാണ് പ്ലസ് നിന്നത്. പിന്നെ നാളത്തെ നാളെ എന്തോ വലിയ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ് കേട്ടോ, എന്താണെന്നറിയില്ല, കണ്ടറിയാം. അനീഷ് ഇരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പാത്രം കിട്ടിയാൽ മാത്രമേ ഞാൻ കുക്ക് ചെയ്യുള്ളൂ, പാത്രം കിട്ടിയാൽ മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാം. അപ്പോൾ അപ്പാനി നീ മുളക് പൊടിയും പഞ്ചസാരയൊക്കെ നീ ടേബിളിൽ ആണോ ഇടുന്നത്, ഇത് പാത്രത്തിലല്ലേ ഇടേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്.
എന്താ ഇഷ്യൂ എന്നറിയില്ല, നാളെ കണ്ടാലേ അറിയുള്ളൂ. അതിനിടയ്ക്ക് മറ്റേ ശാരികയും ഷാനവാസും കൂടെ അവിടെ വേറടി. ഷാനവാസ് കയറി പിടിക്കരുത് എന്ന് പറയും, അപ്പം ശാരിക ഞാൻ കയറി പിടിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് ഹോട്ട് സീറ്റിൽ മതി എന്ന് പറയുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല, നാളെ കണ്ടാലേ അറിയുള്ളൂ കേട്ടോ. പിന്നെ ശാരിക ആ കളി വേണ്ട ഷാനവാസി, ആ കളി വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പാന് വന്നിട്ട് മേശ നിറച്ച് മുളക് പൊടിയും പഞ്ചസാരയും മേശയിലാണോ നീ കറി വെക്കുന്നതെന്നൊക്കെ ചോദിക്കണ്ടേ. എന്താ സംഭവം എന്നൊന്നും അറിയില്ല, നാളെ കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് നടന്ന വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നാളത്തെ, അതായത് 11ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.